തുടക്കത്തിൽ പറഞ്ഞതുപോലെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട നിർണായക കൂടിക്കാഴ്ചകൾ ചർച്ചകളൊക്കെ CPM നടത്തുകയാണ്. CPMന്റെ സെക്രട്ടേറിയറ്റ് യോഗം അല്പസമയത്തിനുള്ളിൽ തന്നെ AKG സെന്ററിൽ ആരംഭിക്കും. പാർട്ടി മത്സരിക്കുന്ന 15 മണ്ഡലങ്ങളിലും പ്രാഥമിക സ്ഥാനാർത്ഥി പട്ടിക ഇന്നൊരു പക്ഷേ തയ്യാറാക്കിയേക്കും. സെക്രട്ടേറിയറ്റ് തയ്യാറാക്കുന്ന സ്ഥാനാർത്ഥി പട്ടിക ജില്ലാ കമ്മിറ്റികൾക്ക് കൈമാറും. അതിനുശേഷം അവരുടെ കൂടി അഭിപ്രായം പരിഗണിച്ച ശേഷം ഒരാഴ്ചയ്ക്കുള്ളിൽ പ്രഖ്യാപനം നടത്താനാണ് ആലോചന. മുതിർന്ന നേതാക്കളും കൂടുതൽ വനിതകളും ഇത്തവണത്തെ പട്ടികയിൽ ഉണ്ടാകുമെന്നാണ് സൂചന. അങ്ങനെ പ്രധാനപ്പെട്ട ആലോചനകളിലേക്കാണ് CPM കേന്ദ്രങ്ങൾ നടക്കുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട സാഹചര്യം. നമുക്കിതിന്റെ വിശദാംശങ്ങളാണ് പരിശോധിക്കേണ്ടത്. CPMനെ സംബന്ധിച്ച് സംസ്ഥാനത്ത് നിലവിൽ സിറ്റിംഗ് സീറ്റായി ഉള്ളത് ആലപ്പുഴ മണ്ഡലം മാത്രമാണ്. ഈ ആലപ്പുഴ നിലനിർത്തുക പോലും വലിയ പോരാട്ടം വേണ്ടിവരുമെന്ന വിലയിരുത്തൽ CPM നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ആലോചനകൾക്കൊക്കെ വലിയ പ്രസക്തിയുണ്ട്. VV അരുൺ തിരുവനന്തപുരത്ത് AKG സെന്ററിന്റെ സമീപത്തുണ്ട്. അരുൺ, AKG സെന്റർ നിർണായക ചർച്ചകൾക്ക് ഇന്ന് കളമൊരുങ്ങുമ്പോൾ ഇന്നലെ നമ്മൾ പരിശോധിച്ചതാണ് CPMന്റെ സസ്പെൻസ് ആരൊക്കെ എന്ന കാര്യമാണ് നമ്മൾ ഇന്നലെ പരിശോധിച്ചത്. KK ശൈലജ അവർ മലബാറിലെ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ മത്സരിക്കും. അങ്ങനെയെങ്കിൽ അതേത്? ഒപ്പം തന്നെ തോമസ് ഐസക്, G സുധാകരൻ, ഒപ്പം തന്നെ മന്ത്രിസഭാംഗം ആരെങ്കിലും മത്സരിക്കുമോ? അങ്ങനെ ആകാംക്ഷയുയർത്തുന്ന ഒരു പിടി ചോദ്യങ്ങൾ CPM ഇന്ന് AKG സെന്ററിൽ നിന്നും തീരുമാനമായി പുറത്തു വരാനുണ്ട്. അപ്പോൾ സ്വാഭാവികമായും സെക്രട്ടേറിയറ്റ് ഇന്ന് കൈക്കൊള്ളുന്ന തീരുമാനങ്ങൾ, അതിന്മേൽ വലിയ മാറ്റങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കേണ്ടതുണ്ടോ? ഒപ്പം തന്നെ CPMന്റെ ആലോചനയുടെ ഒരു പാറ്റേൺ എങ്ങനെയാണ്? വനിതകൾക്കും പുതുമുഖങ്ങൾക്കും അവസരമെന്ന് പറയുമ്പോൾ അത് സാധ്യത മുന്നിൽ നിർത്തി തന്നെ ആവില്ലേ? ജയസാധ്യത എന്ന ഒരു പ്രധാനപ്പെട്ട കടമ്പ മുന്നിൽ നിർത്തി തന്നെ ആവില്ലേ CPMന്റെ ചർച്ചകൾ മുന്നോട്ട് പോവുക? അരുൺ, സത്യത്തിൽ രണ്ട് കാര്യം ഉറപ്പാണ്. ഒന്ന്, CPMന്റെ സ്ഥാനാർത്ഥികൾ ഏറ്റവും വിജയസാധ്യതയുള്ളവരായിരിക്കും. അതിലൊരു വെള്ളം തീർക്കലിന് CPM നേതൃത്വം തയ്യാറാകില്ല എന്ന സൂചനകൾ തന്നെയാണ് ലഭിക്കുന്നത്. കാരണം അവർക്ക് ഇവിടെ കേരളത്തിൽ മാത്രമല്ല CPM എന്ന ദേശീയ പാർട്ടി നിലനിൽപ്പിനും ജീവൻ മരണ പോരാട്ടമായി ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥികൾ നിർത്താൻ CPM ശ്രമിക്കുമെന്ന ഉറപ്പാണ്. മറ്റൊന്ന്, വലിയ പേരുകൾ ഈ സ്ഥാനാർത്ഥി പട്ടികയിലുണ്ടാകും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പേര് സയ്യിദ് സൂചിപ്പിച്ച KK ശൈലജ എന്ന കേരളത്തിലെ മുൻ ആരോഗ്യമന്ത്രിയുടെ ഇപ്പോഴത്തെ മട്ടന്നൂർ MLA പേര് തന്നെയാണ് ഏറ്റവും സജീവമായി ഉള്ളത്. KK ശൈലജ ഏതെങ്കിലും ഒരു സീറ്റിൽ, അത് മലബാറിൽ തന്നെയാകും, അതിൽ 3 സീറ്റാണ് പരിഗണിക്കുന്നത്. ആദ്യമൊക്കെ കണ്ണൂരിലോ വടകരയിലോ KK ശൈലജ മത്സരിക്കുമെന്ന വിവരമാണ് ഉണ്ടായിരുന്നത്. ഒരു പക്ഷേ കുറച്ചുകൂടി സുരക്ഷിത സീറ്റിലേക്ക്, കണ്ണൂർ വടകരയായാലും അത്ര 100% CPM വിജയിക്കുമെന്ന് ഉറപ്പിക്കാവുന്ന, അല്ലെങ്കിൽ രാഷ്ട്രീയമായി അവർക്ക് അങ്ങനെ മേൽക്കൈയുള്ള ലോക്സഭാ മണ്ഡലങ്ങളല്ല. അതുകൊണ്ട് തന്നെ KK ശൈലജയെ കുറച്ചുകൂടി സുരക്ഷിത സീറ്റിലേക്ക് മാറ്റണമെങ്കിൽ കാസർഗോഡേക്ക് അവരെ മാറ്റാൻ സാധ്യതയുണ്ട്. അത് CPM സംസ്ഥാന സെക്രട്ടറി നിർണായക തീരുമാനം അതിൽ ഉണ്ടാകേണ്ടതുണ്ട്. കാസർഗോഡ് കഴിഞ്ഞ തവണ പ്രത്യേക സാധ്യത നഷ്ടപ്പെട്ടു പോയതൊഴിച്ചാൽ CPM വലിയ പ്രതീക്ഷയോടെ കാണുന്ന, CPM വലിയ രാഷ്ട്രീയ മേൽക്കൈയുള്ള മണ്ഡലം തന്നെയാണ്. അവിടെ ഇത്തവണ വിജയം അവർ ഉറപ്പിക്കുന്നു. അങ്ങനെയെങ്കിൽ KK ശൈലജ കാസർഗോഡ് മത്സരിച്ചേക്കും, അല്ലെങ്കിൽ കണ്ണൂരോ വയനാടോ ഈ 2 സീറ്റുകളിൽ അവർ മത്സരിക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പാണ്. മറ്റൊരു പ്രധാനപ്പെട്ട പേര് ഡോക്ടർ TM തോമസ് ഐസക്കിൻ്റെതാണ്. 2 തവണ സംസ്ഥാന ധനമന്ത്രി, CPMന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം തോമസ് ഐസക്കിനെ പത്തനംതിട്ട മത്സരിപ്പിക്കുന്ന സാധ്യതയാണ് കാണുന്നത്. അവിടെ രാജു എബ്രഹാമിൻ്റെ പേരും പറഞ്ഞു കേൾക്കുന്നുണ്ട്. പക്ഷേ തോമസ് ഐസക്കിന് താല്പര്യം ആലപ്പുഴയാണ്. ആലപ്പുഴ സിറ്റിംഗ് MPയെ മാറ്റിക്കൊണ്ട് പരീക്ഷത്തിൽ CPM തയ്യാറാകുമോ എന്ന് ഉറപ്പില്ല. ആലപ്പുഴയുടെ കൂടുതൽ കാര്യങ്ങൾ ശരണ്യ പറയുന്നുണ്ടെങ്കിൽ അതിലേക്ക് കടക്കുന്നില്ല. ഏതായാലും തോമസ് ഐസക്കും സ്ഥാനാർത്ഥി പട്ടികയിലുണ്ടാകുമെന്ന് ഏറെക്കുറെ ഉറപ്പാണ്. മറ്റൊരു പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥിയാകാൻ സാധ്യതയുള്ള പേര് K രാധാകൃഷ്ണൻ, CPMന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം, പിന്നാക്ക ദേവസ്വം വകുപ്പ് മന്ത്രി K രാധാകൃഷ്ണനാണ്. ആലത്തൂരിലാണ് അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞു കേൾക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിന് മത്സരിക്കാൻ താല്പര്യമുണ്ടെന്ന് കരുതാൻ വയ്യ. സ്വാഭാവികമായും CPM തീരുമാനിച്ച അദ്ദേഹം ആലത്തൂരിലെ CPMന്റെ കോട്ടയെ അവർ കണക്കാക്കുന്ന, കഴിഞ്ഞ തവണ കൈവിട്ടുപോയ ആലത്തൂരിൽ K രാധാകൃഷ്ണൻ മത്സരിക്കാൻ സാധ്യതയില്ല. കാരണം AK ബാലൻ്റെ പേര് ഉൾപ്പെടെ പറഞ്ഞു കേൾക്കുന്നു. എന്നാൽ AK ബാലൻ മത്സരിക്കാൻ സാധ്യത തീരെ കുറവാണ്. കോഴിക്കോട് ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ പരീക്ഷിക്കാനുള്ള നീക്കം CPM നടത്തുന്ന സൂചനകളുണ്ട്. അവിടെ കേന്ദ്ര കമ്മിറ്റി അംഗവും MPയുമായ ഇളമരം കരീം, DYFIയുടെ സംസ്ഥാന പ്രസിഡന്റ് വസീഫ് തുടങ്ങിയ പേരുകളും പരിഗണിക്കപ്പെടുന്നു. അങ്ങനെ അവിടെ അത്ര നേതാക്കൾ വന്നാൽ വടകരയിലേക്ക് ഒരു പക്ഷേ, അവിടെ ഒരു പൊതുസമ്മേളനമാണ് കോഴിക്കോട് വരുന്നത്, വടകരയിലേക്ക് CPMന്റെ പ്രധാനപ്പെട്ട കോഴിക്കോട്ടെ നേതാവ് മുൻ MLA A പ്രദീപ് കുമാർ മത്സരിക്കാനുള്ള സാധ്യതയും പറഞ്ഞു കേൾക്കുന്നു. അങ്ങനെ പല പേരുകൾ വടകര, കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട് ചുറ്റിപ്പറ്റി കേൾക്കുന്നുണ്ട്. MP ജയരാജൻ പക്ഷേ വടകര മത്സരിച്ചേക്കാമെന്ന സാധ്യതകൾ പറഞ്ഞു കേൾക്കുന്നു. അത്തരത്തിൽ പല പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികൾ ഉണ്ടാകും. G സുധാകരൻ്റെ കാര്യമൊക്കെ നേരത്തെ നമ്മൾ ചർച്ച ചെയ്തതാണ്. ആറ്റിങ്ങലാണ് CPM ഒരു സാഹചര്യത്തിലും തങ്ങളെ കൈവിടൽ നിന്ന് ഉറപ്പിച്ച ഒരു മണ്ഡലം. കഴിഞ്ഞ തവണ ആറ്റിങ്ങൽ വലിയ ഭൂരിപക്ഷത്തിൽ അടൂർ പ്രകാശ് ജയിക്കുന്നു. അത് CPMന് വലിയ നാണക്കേടും തിരിച്ചടിയുമായി. ആറ്റിങ്ങൽ പിടിച്ചെടുക്കാൻ
വലിയ നീക്കങ്ങൾ CPM നടത്തുന്നുണ്ട്. എന്ത് വില കൊടുത്താണ് വിജയിക്കണമെന്നൊരു വാശിയോടുകൂടി ആ മണ്ഡലങ്ങളിലൊന്ന് ആറ്റിങ്ങലും മറ്റൊന്ന് ആലത്തൂർ, കാസർഗോഡ് ഈ 3 മണ്ഡലങ്ങളിലുമാണ് അവർ പാർട്ടി കോട്ടകളിൽ ചോർച്ചയുണ്ടായത്. അതിൽ ആറ്റിങ്ങലിൽ പല പേരുകളാണ് മുൻനിരയിൽ ഉള്ളത്. CPM ജില്ലാ സെക്രട്ടറി വർക്കല MLA വി ജോയിയുടെ പേരാണ്. പക്ഷേ ജോയി MLA ആണ്. ജില്ലാ സെക്രട്ടറിയായി 1 വർഷം മാത്രം അടുപ്പിച്ചാകുന്നേ ഉള്ളൂ. അതുകൊണ്ട് ജോയിക്ക് മത്സരിക്കാൻ താല്പര്യമില്ല. ജോയി തന്നെ മത്സരിക്കണമെന്ന് ജില്ലാ നേതൃത്വത്തിലെ പ്രമുഖർ നിലപാടെടുക്കുന്നു. അവർ അക്കാര്യം സംസ്ഥാന നേതൃത്വം അറിയിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ പക്ഷേ ജോയി തന്നെ സ്ഥാനാർത്ഥിയായിരിക്കും. അല്ലെങ്കിൽ കടകംപള്ളി സുരേന്ദ്രൻ, VK പ്രസാദ് തുടങ്ങിയ പേരുകൾ പറഞ്ഞു കേൾക്കുന്നുണ്ട്. കടകംപള്ളിക്കെതിരെ വലിയ വികാരം ജില്ലയിലെ നേതൃത്വത്തിനിടയിലുണ്ട്. കഴിഞ്ഞ കമ്മിറ്റിയിൽ കടകംപള്ളിക്കെതിരെ വലിയ വിമർശനം മുഹമ്മദ് റിയാസുമായി തർക്കത്തിന് പേരുണ്ടായിരുന്നു. അവിടെ കടകംപള്ളിയുടെ സാധ്യതകൾ അടഞ്ഞു എന്ന് വിലയിരുത്തുന്നവരുണ്ട്. VK പ്രസാദ് വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥി തന്നെയാണ്. പക്ഷേ VK പ്രസാദ് ആറ്റിങ്ങലിലേക്ക് പോയാൽ വട്ടിയൂർക്കാവ് നഷ്ടപ്പെടുമോ എന്ന ആശങ്ക CPM-നുണ്ട്. ഈ സിറ്റിംഗ് MLA-മാരെ മത്സരിപ്പിക്കാൻ ഇറങ്ങുമ്പോൾ അതാണ് CPM നേതൃത്വത്തെ കുഴക്കുന്നത്. ഏതെങ്കിലും കാരണവശാൽ ഈ MLA ജയിച്ച് MP ആയി മാറുമ്പോൾ ഒഴിവ് വരുന്ന സീറ്റ് അത് നഷ്ടപ്പെട്ടാൽ അത് സംസ്ഥാന സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾക്കുള്ള തിരിച്ചടിയായി വിലയിരുത്തപ്പെടും. അതുകൊണ്ട് സിറ്റിംഗ് MLA-മാരെ ഒഴിവാക്കാനുള്ള ഒരു കാരണമായി അത്ര ഉറപ്പുള്ള KK ശൈലജ മട്ടന്നൂരിൽ ഏതെങ്കിലും മണ്ഡലത്തിൽ ജയിച്ച് മട്ടന്നൂരിൽ ഒഴിവ് വന്നാലും അവിടെ സീറ്റ് വിജയിച്ച് കയറാൻ കഴിയും. അങ്ങനെ അത്ര സ്വാധീനം ഇല്ലാത്ത വിജയമുറപ്പില്ലാത്ത മണ്ഡലങ്ങളിൽ ഒരു ബൈ ഇലക്ഷനിലേക്ക് കൊണ്ടുപോകണമോ എന്ന ചോദ്യം CPM-നുണ്ട്. അങ്ങനെ പല പേരുണ്ട്. കാസർഗോഡേക്ക് മറ്റു പ്രധാനപ്പെട്ട പേരുള്ളത് CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം കർഷക നേതാവ് ബിജു കൃഷ്ണൻ്റെ പേരാണ്. TV രാജേഷിൻ്റെ പേരും ഇവിടെ സജീവമായി പരിഗണനയിലുണ്ട്. PP മുസ്തഫയുടെ പേര് ചർച്ചകളിലുണ്ട്. പാലക്കാട് M സ്വരാജ് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി അംഗം M സ്വരാജോ പൊളിറ്റ് ബ്യൂറോ അംഗം A വിജയരാഘവനോ മത്സരിക്കുമെന്ന് കേൾക്കുന്നു. കൊല്ലം CPM-ന് കഴിഞ്ഞ കുറേ നാളുകളായി തിരിച്ചടി നേരിടുന്ന മണ്ഡലമാണ്. കൊല്ലത്ത് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി അംഗം മുൻ MP CS സുജാത മത്സരിപ്പിക്കാനുള്ള സാധ്യതകളുണ്ട്. അവിടെ MLA-മാരായ മുകേഷ്, നൌഷാദ് തുടങ്ങിയ പേരുകളും CPM-ന്റെ ചർച്ചയിലുണ്ട്. പുതുമുഖങ്ങൾ, MLA-മാർ, ഒരുപക്ഷെ മന്ത്രിമാർ, മുതിർന്ന നേതാക്കൾ ഉറപ്പ്. വനിതകൾക്ക് കൂടുതൽ പ്രാതിനിധ്യം. കണ്ണൂരിൽ ഒരു പേര് കൂടിയുണ്ട്. അത് N സുകന്യയാണ്. കണ്ണൂരിൽ അവർ SFIയുടെ സംസ്ഥാന സമിതി അംഗമായിരുന്നു. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ്റെ ദേശീയ വൈസ് പ്രസിഡന്റാണ്. കണ്ണൂരിലെ പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളാണ്. N സുകന്യയും കണ്ണൂരിൽ CPM പരിഗണിക്കുന്ന പേരുകളിൽ ഒന്നാണ്. അങ്ങനെ വനിതകളുടെ പ്രാതിനിധ്യം 2ഓ 3ഓ ആയി ഇത്തവണ സീറ്റുകളുടെ കാര്യത്തിലും ഉയരാനിടയുണ്ട്. ചുരുങ്ങിയത് 2 വനിതകളൊക്കെ മത്സരിക്കും. അത് 3 വരെ എത്തിയാലും അത്ഭുതപ്പെടാനില്ല. യുവാക്കൾക്ക് അവസരം നൽകും. പുതുമുഖങ്ങൾ സ്ഥാനാർത്ഥി പട്ടികയിലുണ്ടാകും. ഇരിങ്ങാലക്കുട CPM ഇത്തവണ പ്രതീക്ഷ അർപ്പിക്കുന്ന മണ്ഡലമാണ്. അവിടെ മുൻ വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ C രവീന്ദ്രൻ്റെ പേരാണ് സജീവ പരിഗണനയിലുള്ളത്. അങ്ങനെ പല പേരുകൾ CPM നേതൃത്വത്തിന് ഏകദേശ ധാരണ ഈ സ്ഥാനാർത്ഥി പട്ടിക സംബന്ധിച്ചുണ്ട്. ഇന്ന് ഇവിടെ ചർച്ച ചെയ്യുന്ന പേരുകൾ ഏകദേശ ധാരണയാക്കി ജില്ലാ ഘടകങ്ങൾ കൈമാറും. അവരുടെ കൂടി അനുമതിയോടുകൂടി അല്ലെങ്കിൽ അവരുടെ കൂടി താല്പര്യം അറിഞ്ഞ ശേഷമായിരിക്കും സ്ഥാനാർത്ഥി പ്രഖ്യാപനം. പരമാവധി ഒരാഴ്ചയ്ക്കുള്ളിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം പൂർത്തിയാക്കാനാണ് CPM ലക്ഷ്യമിടുന്നത്. മലപ്പുറം, പൊന്നാനി സീറ്റുകളിൽ സ്വതന്ത്ര പരീക്ഷിക്കാൻ നീക്കമുണ്ട്. എറണാകുളത്തും അത്തരത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ വന്നേക്കാം. അങ്ങനെ സ്വതന്ത്രരെ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വിജയസാധ്യത മാത്രം മാനദണ്ഡമാക്കിയുള്ള കൃത്യമായി CPM നിലപാടുകൾ, സംസ്ഥാന നിലപാടുകൾ പാർലമെന്റിൽ അവിടെ ഏത് ഭരണം വന്നാലും പാർലമെന്റിൽ നിലപാടുകൾ അവതരിപ്പിക്കാൻ പ്രസക്തമായ കാര്യം. കാരണം ഈ CPM ഈ രാജ്യത്തെ സംബന്ധിച്ച് CPM-ന് പ്രതീക്ഷ വയ്ക്കാവുന്ന സംസ്ഥാനം ഇപ്പോഴും കേരളം മാത്രമാണ്. അങ്ങനെയെങ്കിൽ ലോക്സഭയിലെ CPM സാന്നിധ്യമായി മാറേണ്ടവർ ആരൊക്കെ എന്നത് സംബന്ധിച്ച് കേന്ദ്ര നേതൃത്വത്തിനും കൂടി ചില കാഴ്ചപ്പാടുകൾ ഉണ്ടാകുമല്ലോ. പ്രത്യേകിച്ച് അവിടെ വീണ്ടും ഒരു BJP സർക്കാർ വന്നാൽ ആ BJP സർക്കാരിനെതിരെ ശക്തിയുക്തം നിലപാടെടുക്കാൻ കഴിയുന്ന, ദേശീയ വിഷയങ്ങളിൽ സജീവമായി ശ്രദ്ധ വെക്കാൻ കഴിയുന്ന, ഭാഷാ പരിജ്ഞാനമുള്ള അങ്ങനെയുള്ള നേതാക്കളെയൊക്കെ പ്രത്യേക പരിഗണന കൊടുത്ത് മത്സരിപ്പിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ കൂടി ഇത്തവണ ഉണ്ടാകും അല്ലേ അരുണേ? തീർച്ചയായും അങ്ങനെ തന്നെയാണ് നേതൃത്വം പറയുന്നത്. അങ്ങനെ ഭാഷാ സ്വാധീനമുള്ള കാര്യങ്ങൾ വ്യക്തമായി അവതരിപ്പിക്കാൻ കഴിയുന്ന, നയങ്ങൾ അവതരിപ്പിക്കാൻ കഴിയുന്ന, CPM നയങ്ങൾ പാർലമെന്റിൽ ഉറക്കെ പറയാൻ കഴിയുന്ന, അതുപോലെ സംസ്ഥാനത്തിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി വാദിക്കാൻ കഴിയുന്ന അങ്ങനെ വൈദഗ്ധ്യമുള്ള നേതാക്കളെ തന്നെ അവിടെ അയക്കണം. അത് യുവാക്കളായാലും ശരി, ഇനി മുതിർന്ന നേതാക്കളായാലും. അവിടെയാണ് KK ശൈലജ, TM തോമസ് ഐസക് തുടങ്ങിയ പേരുകളുടെ പ്രസക്തി. KK ശൈലജ ദേശീയതലത്തിൽ തന്നെ അറിയപ്പെടുന്ന നേതാവാണ്. അവർ മന്ത്രിയായിരിക്കുമ്പോൾ ദേശീയ മാധ്യമങ്ങളടക്കം നിറഞ്ഞു നിന്ന നേതാവാണ്. അതുകൊണ്ട് തന്നെ KK ശൈലജയ്ക്ക് അത്തരമൊരു പ്രാവീണ്യമുണ്ടെന്ന് CPM കരുതുന്നു. ഡോക്ടർ TM തോമസ് ഐസക് ധനമന്ത്രി എന്ന നിലയിൽ കേന്ദ്ര സർക്കാരിനെതിരെ ധനനയങ്ങളെ ദേശീയതലത്തിൽ എതിർക്കുന്ന ധനമന്ത്രിമാരുടെ കൂട്ടായ്മകളിലൊക്കെ ഏറ്റവും പ്രമുഖ മന്ത്രിയായിരുന്നു. അദ്ദേഹത്തിന് ആ രീതിയിൽ ദേശീയ മുഖമായി CPM-ന് ദേശീയ മുഖമായി മാറാൻ കഴിവുള്ള, പ്രത്യേകിച്ച് സീതാറാം യെച്ചൂരി പോലുള്ള നേതാക്കളൊക്കെ ഇപ്പോൾ സഭയിൽ ഇല്ലാത്ത സാഹചര്യത്തിൽ
ടി.എം. തോമസ് ഐസക്കിൻ്റെയും അതുപോലെ തന്നെ കെ ശൈലജയും ഒക്കെ പ്രസക്തി, അവരെപ്പോലുള്ള നേതാക്കൾ ജയിച്ചു വന്നാൽ അവർ CPM-ന്റെ മുഖമായി മാറാൻ കഴിയുന്ന, മാധ്യമശ്രദ്ധ നേടിയെടുക്കാൻ കഴിയുന്ന അത്തരം നേതാക്കൾ, അത്തരം MP-മാർ പാർലമെൻറ്റിൽ ഉണ്ടാകണമെന്ന ഒരു തീരുമാനം CPM നേതൃത്വ തലത്തിലുണ്ട്. അതുകൂടി പരിഗണിച്ചുകൊണ്ടുള്ള സ്ഥാനാർത്ഥി പട്ടികയാകും CPM തയ്യാറാക്കുക എന്നുറപ്പാണ്. പത്തനംതിട്ട തോമസ് ഐസക്കിൻ്റെ പേര് പറയുമ്പോൾ നമുക്ക് മറക്കാൻ കഴിയാത്ത മറ്റൊരു പേര് രാജു എബ്രാഹിമിൻ്റെയാണ്. രാജു എബ്രാഹിം 5 തവണ റാന്നി MLA ആയിരുന്നു. വലിയ സ്വാധീനമുള്ള ജനനേതാവാണ്. CPM സംസ്ഥാന സമിതി അംഗമാണ്. അവിടെ അദ്ദേഹത്തിൻ്റെ പേരും സജീവ ചർച്ചകളിലുണ്ട്. അങ്ങനെ പല സാധ്യതകളാണ് ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയുന്നത്. പക്ഷേ ഇന്ന് CPM സംസ്ഥാന സെക്രട്ടറിയോടുകൂടി ഏകദേശ ധാരണ ഈ സ്ഥാനാർത്ഥി പട്ടികയിൽ ഉണ്ടാകും. പ്രഖ്യാപനം അരുണ്, ഈ CPM പുറത്തുവിടാൻ പോകുന്ന പട്ടികയിലെ ആകാംക്ഷയുയർത്തുന്ന കാര്യം ഈ തോമസ് ഐസക്, ജി സുധാകരനെ പോലെയുള്ളവർ അവരിപ്പം പാർലമെന്ററി രംഗത്ത് നിന്നും മാറി നിൽക്കുകയാണ്. കഴിഞ്ഞ തവണ അവരെ ഒഴിവാക്കപ്പെടുമ്പോൾ അത് ശരിയോ എന്ന സംശയം പലരിൽ നിന്നും ഉണ്ടായിരുന്നു. ഒരുപക്ഷെ അവർക്ക് പോലും മാറി നിൽക്കാനുള്ള വിമുഖത പാർട്ടി തീരുമാനത്തിനൊടുവിൽ വഴങ്ങിക്കൊടുത്തു എന്നതൊക്കെയാണെന്ന് പുറത്തു വന്ന വാർത്തകളൊക്കെ. ഈ തോമസ് ഐസക്കിന് സംഘടനാ ചുമതലയുള്ള ജില്ല പത്തനംതിട്ടയാണ്. അദ്ദേഹം നാളുകളായി അവിടെ സജീവമാണ്, പല പരിപാടികളിൽ ഏർപ്പെടുന്നു, അങ്ങനെ നിൽക്കുന്നു. ആ ഒരു പരിഗണനയാണോ, സംഘടനാ ചുമതലയുള്ള ഇടത്ത് കൂടുതൽ സ്വാധീനമുണ്ടാക്കി എന്നതാണോ ഈ പത്തനംതിട്ട എന്ന സ്ഥലത്ത് ഐസക്കിൻ്റെ പേര് ഉയർന്നു വരുന്നതിന് കാരണം അവിടുത്തെ പ്രത്യേക രാഷ്ട്രീയ ജാതിമത സ്വഭാവങ്ങളൊക്കെ പരിഗണിച്ചുകൂടി അത്തരം പേര് പരിഗണിച്ചു എന്ന് വേണോ കരുതാൻ? പത്തനംതിട്ട മാറിയ ഒരു രാഷ്ട്രീയ ജില്ലയായാണ് CPM കാണുന്നത്. രാഷ്ട്രീയമായി പത്തനംതിട്ട CPM-ന് അത്ര സ്വാധീനമുള്ള ജില്ലയായിരുന്നു. പക്ഷേ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലെ പത്തനംതിട്ട സ്വഭാവത്തിൽ, രാഷ്ട്രീയ സ്വഭാവത്തിൽ മാറ്റങ്ങൾ വന്നു തുടങ്ങി. പ്രത്യേകിച്ചും കേരള കോൺഗ്രസ് കൂടി വന്നുകൂടി ഒന്നുകൂടി ശക്തമായ വിധത്തിൽ CPM-നുണ്ട്. പൂഞ്ഞാർ പോലുള്ള ചില മേഖലകളിൽ സംഘടനാപരമായ ചില പ്രശ്നങ്ങൾ ഇപ്പോഴും പോരായ്മ നിലനിൽക്കുന്നതിൽ പോലും മൊത്തത്തിൽ പത്തനംതിട്ട ജില്ല CPM-ന് അത്ര മോശം സംഘടനാ ശക്തിയുള്ള ജില്ലയല്ല. സംഘടന വളരെ ഓരോ തവണയും മെച്ചപ്പെടുന്ന ജില്ലയാണ് CPM കണക്കുകൂട്ടുന്നത്. അവിടെ കേന്ദ്രീകരിച്ച്, അവിടെ പത്തനംതിട്ട ജില്ലയുടെ ചുമതല സംസ്ഥാന സെക്രട്ടറി തോമസ് ഐസക്കിനാണ്. അദ്ദേഹം അവിടെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നു. കഞ്ഞിക്കുഴി പോലുള്ള മാതൃകകൾ പദ്ധതി അദ്ദേഹം പരീക്ഷിക്കുന്നു. അതുകൊണ്ട് തന്നെ അവിടെ രാഷ്ട്രീയമായും അതിനപ്പുറത്തേക്ക് തോമസ് ഐസക്കിൻ്റെ വ്യക്തിപ്രഭാവവും സാമുദായിക സമവാക്യങ്ങളും ഒക്കെ അനുകൂലമാകും എന്ന പ്രതീക്ഷയാണ് CPM. അരുണ, ഒരു കാര്യം കൂടി ഉള്ളത്, ഈ മന്ത്രിസഭാംഗങ്ങളിൽ ആരെങ്കിലും മത്സരരംഗത്തുണ്ടാകുമോ എന്ന ചോദ്യമുണ്ട്. അവിടെയാണ് കെ രാധാകൃഷ്ണൻ എന്ന പേര് വരുന്നത്. ആലത്തൂരെ തോൽവിയുടെ ഒരു ക്ഷീണം CPM ഇതുവരെയും വിട്ടുമാറിയിട്ടില്ല. അപ്പോൾ ആലത്തൂർ മണ്ഡലം തിരികെ പിടിക്കാൻ കെ രാധാകൃഷ്ണൻ എന്ന പേരിങ്ങനെ ചർച്ചയിൽ വരുന്നുണ്ട്. അതൊരു ചർച്ചയ്ക്കപ്പുറം CPM അങ്ങനെ ഒരു ആലോചന നടത്തിയിട്ടുണ്ടോ അരുൺ? അങ്ങനെ പ്രതീക്ഷിക്കാമോ നമുക്ക്? അത്തരം പല ചർച്ചകൾ നടന്നിട്ടുണ്ട്, ആ സാധ്യതകൾ പരിശോധിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ കെ രാധാകൃഷ്ണൻ വേണം എന്നില്ല അവിടെ ആലത്തൂർ പിടിക്കാൻ എന്നാണ് പൊതുവിൽ പാലക്കാട് ജില്ലയിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. അതായത് പാലക്കാട് ജില്ലയിൽ ആലത്തൂരിൽ പ്രത്യേകിച്ച് വലിയ അനുകൂലമായ സാഹചര്യം CPM-നുണ്ട്. ഇപ്പോഴത്തെ MP-യുടെ പ്രവർത്തനത്തിൽ പൊതുവിൽ ജനങ്ങൾ അസന്തുഷ്ടരാണ് എന്ന വിലയിരുത്തൽ CPM-നുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല മുഖങ്ങൾ, നല്ല ജനങ്ങളുമായി അടുത്ത ബന്ധമുള്ള ആരെങ്കിലും, കെ രാധാകൃഷ്ണൻ അതീവ ജനകീയനാണ്, പക്ഷേ അദ്ദേഹത്തെ പാർലമെന്റിലേക്ക് അയക്കണമെന്ന ചോദ്യമൊക്കെ ചില നേതാക്കൾ ഉന്നയിക്കുന്നുണ്ട്. അദ്ദേഹം സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിൽക്കേണ്ട ആളല്ലേ, കൂടുതൽ വലിയ ചോദ്യങ്ങളിലേക്ക് ഒരുപക്ഷെ ഭാവിയിൽ പോകേണ്ട ആളല്ല, അദ്ദേഹത്തെ പാർലമെന്റിലേക്ക് വിടുന്നതുകൊണ്ട് ഗുണമുണ്ടാകുമോ എന്ന ചോദ്യമൊക്കെ ഉണ്ട്. കെ രാധാകൃഷ്ണൻ അത് അത്ര താല്പര്യമുള്ള കാര്യമല്ലെന്നാണ് അറിയാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ മറ്റാരെങ്കിലും മത്സരിച്ചാലും ഒരുപക്ഷെ വിജയിക്കാം എന്ന ശുഭപ്രതീക്ഷ CPM നേതൃത്വത്തിനുണ്ട്. അനുകൂല സാഹചര്യമുണ്ട്. എങ്കിലും കെ രാധാകൃഷ്ണൻ പേരാകുമ്പോൾ അവിടെ ഒരു വിജയം ഉറപ്പിക്കുകയാണ്. ആ സീറ്റ്, ആ പേര് പ്രഖ്യാപിക്കുമ്പോൾ തന്നെ വിജയം ഉറപ്പിക്കാമെന്ന ഒരു ആത്മവിശ്വാസം CPM നേതാക്കളെങ്കിലും പങ്കുവയ്ക്കുന്നു. അതാണ് കെ രാധാകൃഷ്ണൻ പേരിൽ ചർച്ചകൾ ഇങ്ങനെ സജീവമായി തുടരുക. ശരിയാ, രാധാകൃഷ്ണന്റെ പേരിന് അത്തരം ഒരു പ്രാമുഖ്യം വരുന്നതിന്റെ കാരണം അത് അത്ര ജനപ്രിയത അദ്ദേഹത്തിനുണ്ട് എന്നതാണ്. അരുണും തുടരുക. ശരണ്യ കൂടി ആലപ്പുഴയിൽ നിന്നുണ്ട്. ശരണ്യ, നമ്മൾ ഈ CPM-ന്റെ പട്ടിക പുറത്തു വരുമ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്ന പ്രധാനപ്പെട്ട ഒരു ഇടമായി ആലപ്പുഴ മാറുക 2-3 ഘടകങ്ങളുണ്ട്. ഒന്ന്, CPM-നെ സംബന്ധിച്ച് നിലവിൽ ഇടതുമുന്നണിക്ക് സംസ്ഥാനത്തുള്ള സിറ്റിംഗ് സീറ്റ് ആലപ്പുഴ മാത്രമാണ്. ആ സിറ്റിംഗ് സീറ്റിലെ നിലവിലുള്ള MP തന്നെ അവിടെ മത്സരിക്കുമോ, അദ്ദേഹത്തെ മാറ്റുമോ എന്ന ചോദ്യം സജീവമായി തന്നെ ഉയരുന്നുണ്ട്. അതിനപ്പുറം ആലപ്പുഴയിൽ നിന്നുള്ള 2 പ്രധാനപ്പെട്ട നേതാക്കളാണ് തോമസ് ഐസക്കും ഒപ്പം ജി സുധാകരനും. ഇരുവരും ഇത്തവണത്തെ പട്ടികയിൽ ഉൾപ്പെടാനുള്ള സാധ്യതയും ഇങ്ങനെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഈ 2-3 ഘടകങ്ങൾ പരിഗണിക്കുമ്പോൾ ആലപ്പുഴയുടെ സാധ്യതയിലേക്ക് ഇത്തരം പേരുകാരുടെ മാറ്റങ്ങൾ ഏതു തരത്തിലാണ് ഉണ്ടാവുക? ആദ്യത്തെ കാര്യം, സിറ്റിംഗ് MP-യിൽ ഒരു മാറ്റം എന്ന ആലോചനയിലേക്ക് എന്തുകൊണ്ടാണ് CPM കടക്കുന്നത്? എന്താണ് ആലപ്പുഴയുടെ ഒരു ട്രെൻഡ്?
സജിത്ത്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്കറിയാം, കഴിഞ്ഞ തവണ വലത് തരംഗം ആഞ്ഞു വീശിയപ്പോൾ ആകെ ഒരു സീറ്റ് നിലനിർത്താനായത് ആലപ്പുഴയിൽ മാത്രമാണ്. ആലപ്പുഴയിൽ AM ആരിഫിലൂടെയാണ് ആ സീറ്റ് CPM നിലനിർത്തിയത്. എന്നാൽ ഈ ഒരു ഘട്ടത്തിൽ അടുത്ത ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ നമുക്കറിയാം ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. മറ്റ് കാര്യങ്ങൾ, അതായത് ഈ പറഞ്ഞതുപോലെ ആരിഫിനെ മത്സരിപ്പിക്കുമ്പോൾ CPM പ്രധാനമായും ഒരു കമ്മ്യൂണൽ ഇക്വേഷൻ കൂടി ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു നീക്കം CPMന്റെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നു. പക്ഷേ ആ തിരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ, കഴിഞ്ഞ തിരഞ്ഞെടുപ്പിനെ വിലയിരുത്തുമ്പോൾ CPM നേതൃത്വം ഭയക്കുന്ന ഒരു കാര്യം, അത്തരത്തിൽ ന്യൂനപക്ഷ വോട്ടുകൾ നേടാൻ ആരിഫിന് കഴിഞ്ഞു എന്നുള്ള ചോദ്യമാണ് ഏറ്റവും പ്രധാനമായും CPM നേതൃത്വത്തിനെ അലട്ടുന്നത്. ഒരു സിറ്റിംഗ് MP എന്നുള്ള രീതിയിൽ ആരിഫിനെ മാറ്റി നിർത്തുന്ന കാര്യത്തിനെ കുറിച്ച് ധാരാളം ആലോചനകൾ CPMന് വേണ്ടിവരും. കാരണം ആകെ ഒരു സീറ്റ് നിലനിർത്തിയത് ആലപ്പുഴയിലാണ്. പക്ഷേ അതേസമയം തന്നെ കഴിഞ്ഞ തവണ നേടിയ വോട്ടുകളുടെ ഒരു പാറ്റേൺ നമുക്ക് ആലപ്പുഴ മണ്ഡലം പരിശോധിക്കുകയാണെങ്കിൽ ആലപ്പുഴ ഒരിക്കലും ഒരു ഇടതുപക്ഷ മണ്ഡലം, പാർലമെന്റ് മണ്ഡലം ഇടതുപക്ഷ മണ്ഡലമല്ല, മറിച്ച് UDFന് കൂടുതൽ മുൻതൂക്കമുള്ള ഒരു മണ്ഡലമാണ്. സഭ വരുന്നു, ന്യൂനപക്ഷങ്ങൾ വരുന്നു, അങ്ങനെ അത്തരം പല ചേരുവകൾ ചേർന്ന ഒരു മണ്ഡലമാണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ തവണത്തെ തിരഞ്ഞെടുപ്പ് വിലയിരുത്തുമ്പോൾ ഏറ്റവും പ്രധാനമായി CPM ഭയക്കുന്ന, അല്ലെങ്കിൽ ജില്ലാ നേതൃത്വം ഭയക്കുന്ന ഒരു കാര്യം, കഴിഞ്ഞ ടേം ആരിഫിന് നൽകിയ ലീഡ് അത് ചേർത്തലയും ഒപ്പം തന്നെ കായംകുളവും മാത്രമാണ്. ചേർത്തലയിൽ വന്ന 10,000-ഓളം വോട്ടിന്റെ ലീഡാണ് AM ആരിഫിനെ വിജയത്തിലേക്ക് എത്തിക്കുകയും ചെയ്തത്. നമുക്കറിയാം നേരിയ ഭൂരിപക്ഷത്തിൽ, കുറഞ്ഞ ഭൂരിപക്ഷത്തിലായിരുന്നു ആരിഫ് കഴിഞ്ഞ തവണ ജയിച്ചത്. കായംകുളത്ത് ചെറിയ ലീഡ്. പക്ഷേ അത് സ്വാഭാവികമായി മുൻ തെരഞ്ഞെടുപ്പുകൾ പരിശോധിക്കുകയാണെങ്കിലും ആലപ്പുഴയിൽ CPMന് എല്ലാ കാലത്തും പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ലീഡ് നൽകുന്ന 2 മണ്ഡലങ്ങളാണ് ചേർത്തലയും കായംകുളവും. ആ ചേർത്തലയും കായംകുളവും ആ ലീഡിൽ മാത്രം പരിഗണിച്ച ഒരു പരീക്ഷണത്തിന് ഒരുങ്ങണമോ എന്നുള്ള ഒരു ചോദ്യം മാത്രമാണ് ഇപ്പോൾ CPM നേതൃത്വത്തെ അലട്ടുന്നത്. പ്രധാനമായും സജിത്ത് പറഞ്ഞതുപോലെ തന്നെ ഒരു സിറ്റിംഗ് MPയെ മാറ്റി നിർത്തുമോ എന്നുള്ള ചോദ്യം, അത് സംസ്ഥാന നേതൃത്വത്തിന്റെ കൂടെ ഒരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ അത്തരമൊരു തീരുമാനത്തിലേക്ക് പോകാൻ കഴിയൂ. മറിച്ച് ആലപ്പുഴ ജില്ലയിലെ നിലവിലത്തെ സാഹചര്യം പരിശോധിക്കുകയാണെങ്കിൽ AM ആരിഫിന്റെ പേരിനല്ല മുൻതൂക്കം, G സുധാകരന്റെയും തോമസ് ഐസക്കിന്റെയും പേരുകൾക്കാണ് എന്നുള്ളതാണ്. അതിനെ മറികടന്നുകൊണ്ട് മറ്റ് സമവാക്യങ്ങൾ വെച്ച് നേതൃത്വം AM ആരിഫിന്റെ പേര് പറയുകയാണെങ്കിൽ ഒരുപക്ഷെ അത് അംഗീകരിക്കുമായിരിക്കും. പക്ഷേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ജില്ലാ നേതൃത്വം ഐക്യകണ്ഠേന ഒന്നാമത്തെ പേരുകാരനായി G സുധാകരനെയും രണ്ടാമത്തെ തോമസ് ഐസക്കിന്റെയും പേര് പറയുമെന്നുള്ളതാണ്. പക്ഷേ സംസ്ഥാന നേതൃത്വത്തിന്റെ തീരുമാനം AM ആരിഫ് മത്സരിക്കണമെന്നാണെങ്കിൽ ഇതിനെയൊക്കെ മറികടന്ന് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് വരും. സജിത്ത് നേരത്തെ ചോദിച്ച ചോദ്യം പ്രധാനപ്പെട്ടതാണ്. എന്തുകൊണ്ട് ഒരു സിറ്റിംഗ് MPയെ മാറ്റുന്നതിന് വേണ്ടിയുള്ള ഒരു ആലോചന നടക്കുന്നു? അങ്ങനെ ഒരു ആലോചന ആലപ്പുഴയിൽ നേതൃത്വത്തിനിടയിൽ ഉണ്ട് എന്നുള്ളത് 100% വസ്തുതയാണ്. കാരണം മുഖ്യമന്ത്രി തന്നെ ആലപ്പുഴയിൽ എത്തി, കോട്ടയം സന്ദർശനത്തിന് ശേഷം മുഖ്യമന്ത്രി ആലപ്പുഴയിൽ എത്തിയപ്പോൾ ആലപ്പുഴയിൽ തന്നെ നേതാക്കന്മാർ, പ്രത്യേകിച്ച് ജില്ലാ സെക്രട്ടറി അടക്കമുള്ള ആളുകൾ നേരിട്ട് കണ്ട മുഖ്യമന്ത്രിയോട് ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പിൽ അഭിമുഖീകരിക്കാൻ പോകുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും ആരിഫുമായി മുന്നോട്ട് പോയാൽ അത് വിജയസാധ്യതയ്ക്ക് അത്ര പ്രതീക്ഷ നൽകുന്നില്ല എന്നുള്ള കാര്യം അവർ വ്യക്തമാക്കി എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അതിനകത്ത് ഏറ്റവും കൗതുകകരമായ കാര്യം, നമുക്കറിയാം കഴിഞ്ഞ സംസ്ഥാന സമ്മേളനത്തിന് ശേഷം G സുധാകരൻ ആലപ്പുഴയിലെ നേതൃത്വവുമായി അത്ര അടുത്ത് നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. മറിച്ച് അദ്ദേഹം പല ഘട്ടങ്ങളിൽ വിമർശനം ഉന്നയിക്കത്തക്ക രീതിയിൽ പ്രകോപനപരമായ പ്രവർത്തനങ്ങളും വിഭാഗീയ നീക്കങ്ങളും ആലപ്പുഴയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അത്തരം ആക്ഷേപിക്കുന്ന നടപടികളടക്കം ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മളും ചർച്ച ചെയ്തതാണ്. അങ്ങനെ ഒരു ഘട്ടത്തിൽ നിൽക്കുമ്പോൾ ആ G സുധാകരന്റെ പേര് ചർച്ചയിൽ വരുന്നു എന്നുള്ളതാണ് ഏറ്റവും കൗതുകകരമായ ആലപ്പുഴ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് പറയാനുള്ളത്. എന്തായാലും ഇവർ മുന്നോട്ട് വെക്കുന്ന 2 കാര്യങ്ങൾ, അതിൽ G സുധാകരന്റെ പേരും തോമസ് ഐസക്കിന്റെ പേരും ഇവർ പരിഗണിക്കുമ്പോൾ പ്രധാനമായും ജില്ലാ നേതൃത്വം പരിഗണിക്കുന്ന പേരുകൾ അത് തന്നെയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം, രാഷ്ട്രീയേതര വോട്ടുകൾ നേടാൻ ഈ 2 കാൻഡിഡേറ്റ്സിനും കഴിയും എന്നുള്ളതാണ്. മറിച്ച് G സുധാകരനിലേക്ക് വരികയാണെങ്കിൽ സഭയും ന്യൂനപക്ഷങ്ങളും ഒപ്പം തന്നെ മറ്റ് ഇതര വിഭാഗങ്ങളും ഒരുപോലെ പിന്തുണയ്ക്കുകയും ഭരണവിരുദ്ധ വികാരം അധികം ഏൽക്കാത്ത ഒരാൾ എന്നുള്ള, അല്ലെങ്കിൽ ആ ഭരണവിരുദ്ധ വികാരം എതിരായി വരാൻ സാഹചര്യമില്ലാത്ത ഒരാൾ എന്നുള്ള കണക്കുകൂട്ടൽ G സുധാകരന്റെ കാര്യത്തിലും തോമസ് ഐസക്കിന്റെ കാര്യത്തിലും CPM നേതൃത്വത്തിനുണ്ട്. മറിച്ച് വികസന കാര്യങ്ങൾ തീർച്ചയായും ചർച്ചയാകുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. അതിൽ ആലപ്പുഴയിൽ എന്ത് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയ ചോദ്യമായി CPMന്റെ മുന്നിലേക്ക് വരും. അത്തരം കാര്യങ്ങൾ വരുമ്പോൾ പ്രതിസന്ധിയിലേക്ക് നീങ്ങുമെന്നുള്ള കണക്കുകൂട്ടൽ ജില്ലാ നേതൃത്വത്തിനുണ്ട്. എന്തായാലും അത് മറികടന്ന് സിറ്റിംഗ് MPയെ നിലനിർത്തുമോ, സംസ്ഥാന നേതൃത്വം ഇടപെട്ട് മറ്റ് സമവാക്യങ്ങൾ ആലോചിച്ചുകൊണ്ട് നിലനിർത്തുമോ എന്നുള്ളതാണ് വരും മണിക്കൂറുകൾ നമുക്ക് അറിയേണ്ടത്. ശരി.
അതാണ് സാഹചര്യം. എന്തായാലും CPM-ൽ നടക്കുന്ന ചർച്ചകൾ അങ്ങേയറ്റം ശ്രദ്ധേയമാണ്. ജി സുധാകരൻ അടുത്തിടെ പാർട്ടിയുമായി ബന്ധപ്പെട്ട് ചില വിവാദ പ്രസ്താവനകളൊക്കെ നടത്തി നേതൃത്വവുമായി അല്പം അകലുന്നു എന്ന് തോന്നിച്ച ജി സുധാകരൻ പോലും CPM പട്ടികയിൽ ഉൾപ്പെടുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെയാണ് ചർച്ചകൾ നടക്കുന്നത്. അതാണ് നമ്മൾ പരിശോധിച്ചത്. എന്തായാലും വി അരുൺ ഒപ്പം ശരണ്യ സ്നേഹജൻ വിശദാംശങ്ങൾ നൽകി. നമ്മൾ ഇടവേളയിലേക്ക് പോവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം മാസപ്പടി കേസിൽ ഇന്ന് വീണ വിജയന് നിർണായക ദിനമാണ്. വീണ വിജയന് നിർണായകം എന്ന് പറയുമ്പോൾ അത് മുഖ്യമന്ത്രി പിണറായി വിജയനും അങ്ങേയറ്റം നിർണായക ദിനം കൂടിയായി ഇന്നത്തെ ദിവസം മാറുകയാണ്. ആ വാർത്തയിലേക്ക് വരാം ഇടവേളയ്ക്ക് ശേഷം.